ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ യാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്തൊന്ന് കൂടെ നിൽക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വാവ് ടേസ്റ്റിലുള്ള ഒരു അടിപൊളി മത്തിമുളക് ഇട്ടതാണ്. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ്. അതുപോലെ 3 പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എരിവിനനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാൻ. കാരണം ഇനി നമ്മൾ ഇതിലോട്ട് മുളക് പൊടി കൂടെ ചേർക്കുന്നതാണ്. അപ്പോൾ ഈ തക്കാളിയും പച്ചമുളകും ചെറുതായി ഒന്ന് അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കൂടാതെ ഇതിലോട്ട് വേണ്ടത് ഒരു 12 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 15ഓളം ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ഞാൻ ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ഒരു കുക്കർ വയ്ക്കാം. കുക്കർ ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക്, ചുവന്നുള്ളി, അതുപോലെ തന്നെ ചെറിയുള്ളി 4ഉം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ ചെറു തീയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇത് വേവാനായിട്ട് ഒരൊറ്റ വിസിൽ മതി. ദേ ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. കറി വയ്ക്കാനായിട്ട് ഞാൻ എപ്പോഴും എടുക്കുന്നത് മൺചട്ടിയാണ്. കാരണം മൺചട്ടിയിൽ കറി വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. ഇനി ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ഞാനിവിടെ ഒരു ബൗളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം ചട്ടിയിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം. ഇത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുടംപുളി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. ഇനി ഈ സമയം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കറിയിൽ ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ല കട്ടിയാണ് കേട്ടോ ഇത് ചേർത്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ചേർക്കുമ്പോൾ കറിക്ക് പ്രത്യേക സ്വാദുമായിരിക്കും, നല്ല മണവുമായിരിക്കും. കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ദേ നമ്മുടെ കറി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളു പെരിഞ്ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം ചേർത്ത് കൊടുക്കണ്ടേ. എന്താണെന്നല്ലേ, ഇതേ നോക്കിക്കേ, മത്തി നന്നായിട്ട് മുറിച്ച് കഴുകി എടുത്തിട്ടുള്ള മത്തിയാണ്. 1 കിലോ മത്തിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം ഐസൊന്നും തൊടാത്ത നല്ല ഫ്രഷ് മത്തിയാണ്. അതുകൊണ്ട് കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി മത്തി ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. വെന്ത് വന്നാൽ നമുക്കിതിലോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്തിളക്കാം. അപ്പോൾ അത് ഏകദേശം നമ്മുടെ കറി തയ്യാറായി. ഇനി ഇതിലേക്ക് നമുക്ക് വറവ് കൂടെ ചേർക്കണം. പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് ഇളക്കിയിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിൽ താളിച്ചൊഴിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ കുടംപുളിയൊക്കെ ഇട്ട് വെച്ച നല്ല മത്തിക്കറി തയ്യാറായിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാൻ വേറെ ലെവലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.